Good evening all. Engineering മാത്തമാറ്റിക്സിലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പോർഷന്റെ സെക്കൻഡ് ക്ലാസ് ആണെന്ന്. Therefore, ഇന്നത്തെ ക്ലാസ്സിൽ അതിന്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസും അതിന്റെ കൂടെ ബെർണോളിസ് ഇക്വേഷനെ ഒരു ലെബ്നിറ്റ്സ് ഇക്വേഷൻ ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് ആ ഇക്വേഷനെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ എൻഡ് ചെയ്ത പോർഷൻ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയിരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ദ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx മൈനസ് y ഡിവൈഡഡ് ബൈ x ഈക്വൽ ടു sin x. ഇതൊരു എന്താണ് സ്റ്റാൻഡേർഡ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെയാണ് ഡയറക്ട്ലി തന്നിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ അതിന് എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഈ പി വൈ ഈക്വൽ ടു ക്യൂ ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യണം. ഇവിടെ y ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ, എക്സ് ആയിരിക്കും ഇൻഡിപെൻഡന്റ് വേരിയബിൾ. വൈയും എക്സും തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. ഏത് വേരിയബിൾസ് വേണമെങ്കിലും നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം, ലീനിയർ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എക്സാമ്പിൾ പറഞ്ഞാല് ഞാൻ ടീയിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ടീയിൽ റെപ്രസെന്റ് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോം എന്തായിരിക്കും, dt/dx പ്ലസ് പി ഇൻറ്റു ടി ഈക്വൽ ടു എന്തായിരിക്കും, ക്യൂ ആയിരിക്കും. വേർ പി ആൻഡ് ക്യൂ ആർ ഫങ്ഷൻസ് ഓഫ് എക്സ് ഓൺലി ആയിരിക്കും. സിമിലർലി ഞാൻ എക്സിനെ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്താല് dx/dy പ്ലസ് പി ഇൻറ്റു എക്സ് ഈക്വൽ ടു ക്യൂ എന്ന് റെപ്രസെന്റ് ചെയ്യാം. വേർ പി ആൻഡ് എക്സ് ആർ എന്തായിരിക്കും, ഫങ്ഷൻസ് ഓഫ് വൈ ആയിരിക്കും. പി ആൻഡ് ക്യൂ എന്തായിരിക്കും, ഫങ്ഷൻസ് ഓഫ് വൈ ഓൺലി ആയിരിക്കും. എക്സ് കാണത്തില്ല, പിയിലും ക്യൂവിലും വൈയുടെ ടേംസ് മാത്രമായിരിക്കും. ദെർഫോർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഏത് ഫോമിലും ആകാം. അതിന്റെ ജനറൽ ഫോർമാറ്റ് ആണ് നമ്മൾ പഠിച്ച dy/dx പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ എന്ന് പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ പി ക്യൂ എന്തായിരിക്കും, ഫങ്ഷൻസ് ഓഫ് എക്സ് ആയിരിക്കും. ഇൻ ജനറൽ പി ആൻഡ് ക്യൂ ആർ ഫങ്ഷൻസ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. ഇവിടെ എന്താണ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ വൈ ആണ് തന്നിരിക്കുന്നത്. ദെർഫോർ അത് ഏത് ഫോമിലാണ്, ഈ പർട്ടിക്കുലർ ഫോമിലാണ് തന്നിരിക്കുന്നത്. ആ പർട്ടിക്കുലർ ഫോമിൽ തന്നാല് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്തായിരിക്കും, ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു, അതിന് ഐ എഫ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ പവർ ഇന്റഗ്രൽ ഓഫ് ഫങ്ഷൻ ഓഫ് ദ എക്സ് മൾട്ടിപ്ലൈഡ് വിത്ത് ഡി എക്സിന്റെ ഇന്റഗ്രേഷൻ ആയിരിക്കും. ദെർഫോർ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് പി എന്ന് പറയുന്നത് ആരായിരിക്കും, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് പി ഈക്വൽ ടു -1 ഡിവൈഡ് ബൈ എക്സ് ആണ്. ഈ സ്റ്റാൻഡേർഡ് ഫോമില് നമുക്ക് പറയാം പി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, -1 ബൈ എക്സ് ആയിരിക്കും. ദെർഫോർ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ ഇന്റഗ്രൽ ഓഫ് -1 ബൈ എക്സ് ഡി എക്സ് ആയിരിക്കും. 1 ബൈ എക്സ് ഡി എക്സ് എന്തായിരിക്കും, 1 ബൈ എക്സ് ഡി എക്സ് ഈക്വൽ ടു നാച്ചുറൽ ലോഗരിതം ഓഫ് എക്സ് ആയിരിക്കും. ലോഗ് എക്സ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, ഓർത്തിരിക്കുക അത് ഓൾവേസ് എന്തായിരിക്കും, ബേസ് എക്സ്പൊണൻഷ്യൽ ആയിട്ടുള്ള ഒരു ലോഗ് ആയിരിക്കും. ദെർഫോർ 1 ബൈ എക്സ് ഡി എക്സ് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ലോഗ് എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. അവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്. ദെർഫോർ മൈനസ് ലോഗ് എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഡൗട്ട് ഇല്ലെന്ന് കരുതുന്നു. ഇനി മൈനസ് ലോഗ് എക്സിനെ നമുക്കറിയാം, ലോഗ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ ലോഗ് എക്സ് ആണ്. ലോഗ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞാല് എൻ ലോഗ് എക്സ് ആണ്. ദെർഫോർ എൻ ലോഗ് എക്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ലോഗ് എക്സ് റേസ് ടു എൻ എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ദെർഫോർ മൈനസ് ലോഗ് എക്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ലോഗ് ഓഫ് എക്സ് റേസ് ടു -1 എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ലോഗ് 1 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദെർഫോർ ഇവിടുത്തെ മൈനസിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്ത് തന്നെ ഇട്ടിട്ട് ജസ്റ്റ് മൈനസ്, ഇതിനെ മൈനസ് എക്സ് എന്ന് എഴുതാൻ പറ്റില്ല, ഒരിക്കലും അങ്ങനെ എഴുതാൻ പറ്റില്ല. ലോഗ് ഓഫ് ഇ റേസ് ടു ലോഗ് ഓഫ് എനി ഫംഗ്ഷൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. ആ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ എന്ത് വരാൻ പാടില്ല, ആ ലോഗ് ഓഫ് എഫ് ഓഫ് എക്സിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് ടേംസും വരാൻ പാടില്ല. ദെർഫോർ ആ കോൺസ്റ്റന്റ് ടേംസിന് എന്ത് ചെയ്യണം, അവോയ്ഡ് ചെയ്യണം. ദെർഫോർ ഈ മൈനസ് ലോഗ് എക്സിനെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, ഇ റേസ് ടു ലോഗ് ഓഫ് 1 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് എഴുതാം.
ദെർഫോർ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 1/x കിട്ടും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഈ പ്രോപ്പർട്ടി ഓർത്തിരിക്കുക, e⁻a log x ഒരിക്കലും a log x എന്ന് എഴുതാൻ പറ്റില്ല. അതിന്റെ ആൻസർ എന്തായിരിക്കും? അതിന്റെ ആൻസർ x⁻a ആയിരിക്കും ആൻസർ. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് പ്രീവിയസ് ഇയർ പോളിടെക്നിക് ലെക്ചറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണോ എല്ലാവർക്കും? സർ ഒരു ഡൗട്ട്, ഇതിപ്പോ ഈ IF ചോദിച്ചുകൊണ്ട് നമ്മൾ ഇത്രയത്തിൽ നിർത്തുന്നു. ഇത് സോൾവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇംപ്രോപ്പർ ഫംഗ്ഷൻ ആയിട്ടല്ലേ വരാം, ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആയിട്ടല്ലേ വരാ? എന്തുകൊണ്ടാണ് ഇംപ്രോപ്പർ ഇന്റഗ്രൽ ആയത്? sin x/x, ഇന്റഗ്രൽ sin x/x dx എന്നാ വരാ. ഓക്കെ, അതിനെ നമുക്ക് സോൾവ് ചെയ്യുന്നത് സൈൻ എക്സിന്റെ എന്താണ് എക്സ്പാൻഷൻ കണ്ടുപിടിക്കണം. സൈൻ എക്സിന്റെ എക്സ്പാൻഷൻ ഓക്കെ, സൈൻ എക്സിനെ പല രീതിയിൽ ചെയ്യാൻ പറ്റും. സൈൻ എക്സിനെ എന്താണ് ടൈലർ സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്താൽ x-x³ ഫാക്ടോറിയൽ പ്ലസ് x⁵5/5 ഫാക്ടോറിയൽ മൈനസ് അങ്ങനെ എന്ത് ചെയ്തു പോകും? ഇൻഫിനിറ്റി വരെ പോകും. ഡിവൈഡഡ് ബൈ എക്സ് ആകുമ്പം എല്ലാ ടൈമിൽ നിന്നും ഒരു എക്സ് കട്ട് ചെയ്ത് പോകും. അങ്ങനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് കുറവാണ്, കാരണം ഇത് ഇൻഫൈനൈറ്റ് ടേംസിൽ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, അന്നേരം അത് ഓർത്തിരിക്കുക. കാൽക്കുലസിൽ സൈൻ എക്സ് ബൈ എക്സ് അല്ലെങ്കിൽ കോസ് എക്സ് ബൈ എക്സ് ഒക്കെ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും ടൈലർ സീരീസ് എക്സ്പാൻഷൻ വഴി സോൾവ് ചെയ്യാൻ പറ്റും. സൈൻ എക്സിനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. തിരിച്ച് കോസ് എക്സ് ആണെങ്കിൽ 1 - x² ഫാക്ടോറിയൽ പ്ലസ് x⁴/4 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര ഈവൻ ടേംസ് ആയിരിക്കും. ഓക്കെ, തിരിച്ച് e⁻x ആണെങ്കിൽ ചില ക്വസ്റ്റ്യൻ e⁻x/x ഇന്റഗ്രൽ ചോദിക്കും. e⁻x എക്സ്പാൻഷൻ നമുക്കറിയാം. e⁻x എന്ന് പറഞ്ഞാൽ എന്താണ്? n = 0 to ∞ x⁻n/n ഫാക്ടോറിയൽ ആണ്. ഡിവൈഡഡ് ബൈ എക്സ് വരും. x⁻n/n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 + x + x² ഫാക്ടോറിയൽ പ്ലസ് x³ ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ എക്സ് വരും. അതിന് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാൻ പറ്റും. log 1 + x/x വരും. കോസ് എക്സിന് പകരം കോസ് ഓഫ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ വരാം, സൈൻ ഓഫ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് വരാം. ഓരോന്നിന്റെയും എക്സ്പാൻഷൻസ് ഡിഫറെന്റ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനും അതുപോലെ എല്ലാ ലോഗരിതമിക് ഫംഗ്ഷൻസിനും എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻസിനും ഒരു ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഉണ്ട്. ആ എക്സ്പാൻഷനിൽ നിന്ന് എന്താണ് ഡിനോമിനേറ്ററിൽ വേരിയബിൾസ് വന്നാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. e⁻log വരുന്ന ടേംസ് മിക്കവാറും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം ആ ലോഗിന്റെയും എക്സ്പൊണൻഷ്യലിന്റെ പ്രോപ്പർട്ടീസ് ഓർത്തിരിക്കുക. ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടായിരിക്കും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. ചില ക്വസ്റ്റ്യൻസിൽ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ മാത്രമായിരിക്കും. ഇന്റഗ്രേറ്റീവ് ഫാക്ടർ മാത്രം ചോദിച്ചാൽ നമുക്ക് എന്തുമാത്രം കണ്ടുപിടിച്ചാൽ മതി? e⁻p dx മാത്രം ഫൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ തരുന്ന എല്ലായ്പ്പോഴും സ്റ്റാൻഡേർഡ് ഫോം തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ക്വസ്റ്റ്യനിൽ തന്നത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ ആണോ എന്ന് കറക്റ്റ് ആയിട്ട് നോക്കുക. ക്വസ്റ്റ്യനിൽ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നാല് അതിനെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും എന്ത് ഫൈൻഡ് ചെയ്യേണ്ടത്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഫൈൻഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഒരു 2-3 തവണ നോക്കുക. തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് നോക്കുക. നോൺ ലീനിയർ ആണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? ലീനിയർ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഫൈൻഡ് ചെയ്യുക. നൺ ഓഫ് ദിസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഓർത്ത് നോക്കുക, നമ്മൾ കണ്ടുപിടിച്ച ആൻസർ പ്രോപ്പർ ആണോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് ആണോ. നൺ ഓഫ് ദിസ് എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റ് ആകാൻ ചാൻസ് ഉണ്ടോ എന്ന് ഒന്നുകൂടി നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The solution of the differential equation
dy by dx plus 2xy equal to exponential power minus x square ആണ് വിത്ത് y of 0 equal to 1 ആണ്. y of 0 എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമലി ഫംഗ്ഷൻ ഓഫ് എക്സിനെ y ഓഫ് എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ദെർഫോർ y ഓഫ് 0 എന്ന് പറഞ്ഞാല് വൈയുടെ വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു 0 ആണ് 1 എന്ന് തന്നിരിക്കുന്നത്. അതെന്താണ്? ഒരു ഇനിഷ്യൽ കണ്ടീഷൻ ആണ്. നമ്മുടെ സിലബസിലെ ലാസ്റ്റ് അവര് സിലബസിൽ ആഡ് ചെയ്തിട്ടുള്ള പോർഷൻ ആണ് ഇനിഷ്യൽ കണ്ടീഷൻസ് ആൻഡ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ്. അത് ആക്ച്വലി ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു എന്താണ് സോൾവിങ്ങിൽ വരുന്ന ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് മാത്രമാണ് അപ്ലൈയിങ് ഇനിഷ്യൽ ആൻഡ് ബൗണ്ടറി വാല്യൂ കണ്ടീഷൻസ്. അതിന് സെപ്പറേറ്റ് ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്ന് നിർബന്ധമില്ല. ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കൂടെ എന്തും കൂടെ തരാം, ഇനിഷ്യൽ കണ്ടീഷൻസ് കൂടെ തരാം, അല്ലെങ്കിൽ ബൗണ്ടറി വാല്യൂ കണ്ടീഷൻസ് തരാം. ഇവിടെ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. dy by dx പ്ലസ് 2xy ഈക്വൽ ടു e raised to minus x square എന്നാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഡിഫിക്കൽട്ട് ആണെന്ന് കരുതരുത്. e raised to minus x square ഡയറക്ട്ലി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് കരുതല്. ഇവിടെ എന്ത് തന്നിട്ടുണ്ടോ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2x എന്ന് പറയുന്ന ഒരു ടേമിനെ തന്നിട്ടുണ്ട്. ദെർഫോർ മൈനസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആ ഇക്വേഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെർഫോർ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ 2x ഇല്ലെങ്കിൽ ഇത് എന്തായിരിക്കും? ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരിക്കും. e raised to minus x square ഡയറക്ട്ലി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ലിമിറ്റ് ഉണ്ടെങ്കിൽ മാത്രം e raised to minus x square എറർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ക്യൂ ഫംഗ്ഷൻ അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. ഇവിടെ 2x ഉള്ളത് കൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? സിമ്പിൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഫസ്റ്റ് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം? സോ ഫൈനൽ ഇക്വേഷൻ എഴുതുന്നതിന് മുന്നേ എല്ലാ ക്വസ്റ്റ്യനിലും ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഫൈൻഡ് ചെയ്യുക. ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഈക്വൽ ടു എന്തായിരിക്കും? e raised to ഇന്റഗ്രൽ p dx ആയിരിക്കും. ഇവിടെ p ഈക്വൽ ടു 2x ആണ്. therefore നമുക്ക് എഴുതാം e raised to ഇന്റഗ്രൽ ഓഫ് 2x dx ആയിരിക്കും ഇന്റഗ്രേറ്റീവ് ഫാക്ടർ. 2x ഇന്റഗ്രേഷൻ എന്തായിരിക്കും? എക്സിന്റെ ഇന്റഗ്രേഷൻ x square x raised to 1 plus 1 divided by 1 plus 1 equal to x square divided by 2 ആയിരിക്കും. ഈക്വൽ ടു 2 ക്യാൻസൽ ചെയ്താൽ ഫൈനലി എന്ത് കിട്ടും? e raised to x square കിട്ടും. ഇതിൽ ഡൗട്ട് ഉണ്ടെന്ന് കരുതുന്നു. therefore നമുക്ക് എഴുതാം ഫൈനൽ സൊല്യൂഷൻ ഈക്വൽ ടു y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് q ഇൻറ്റു ഇന്റഗ്രൽ ഫാക്ടർ dx പ്ലസ് c ആയിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു y ഇൻറ്റു e raised to x square ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെന്ത്? q എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് അറ്റ് റൈറ്റ് സൈഡ് ആയിരിക്കും. വിച്ച് ഈസ് ഈക്വൽ ടു e raised to minus x square ആണ്. അതേ മൾട്ടിപ്ലൈഡ് വിത്ത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ e raised to plus x square ആണ്. e raised to plus x square ആണ് ഇൻറ്റു dx പ്ലസ് c ആണ്. ഇവിടെ നോക്ക്, ഇവിടെ ബേസ് സെയിം ആണ്. therefore ബേസ് സെയിം ആണെങ്കിൽ സം ഓഫ് ദ പവർ ആയിരിക്കും. മൈനസ് എക്സ് സ്ക്വയറും പ്ലസ് എക്സ് സ്ക്വയറും സം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. therefore e raised to 0 ഈക്വൽ ടു 1 ആയിട്ട് മാറും. therefore നമുക്ക് പറയാം y ഇൻറ്റു e raised to x square ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് dx പ്ലസ് c ആയിരിക്കും ആൻസർ. വിച്ച് ഇംപ്ലൈസ് നമുക്ക് പറയാം y ഇൻറ്റു e raised to x square ഈക്വൽ ടു x പ്ലസ് c ആയിരിക്കും ആൻസർ. ഇവിടെ ഫൈനലി തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഇന്റഗ്രൽ കോൺസ്റ്റന്റ് ഇല്ല. therefore ഈ ഇനിഷ്യൽ കണ്ടീഷൻ എവിടെ അപ്ലൈ ചെയ്യണം? ഫൈനലി കിട്ടിയ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. therefore 0,1 എന്ന് പറഞ്ഞ പോയിന്റ് ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വൈയുടെ വാല്യൂ 1 ആയിരിക്കും when x is equal to 0. therefore ഇക്വേഷൻ എന്തായിട്ട് മാറും? 0 പ്ലസ് c ആയിട്ട് മാറും. ഇംപ്ലൈസ് c ഈക്വൽ ടു എന്ത് കിട്ടും? c ഈക്വൽ ടു 1 കിട്ടും. therefore ഫൈനൽ ഇക്വേഷൻ എന്തായിട്ട് മാറും? therefore ഇക്വേഷൻ 1 become y into e raised to x square equal to x plus 1 ആയിരിക്കും. ഓക്കെ, ഇതിനെ കുറച്ചും കൂടി സോൾവ് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈ റേസ് ഇവിടെ തന്നിരിക്കുന്ന എന്താണ് ടേംസിൽ e raised to minus x square ഉണ്ട്. therefore ഈ e raised to plus x square റൈറ്റിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? y is equal to x plus 1 into
ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. Therefore ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ഡിപ്പെൻഡന്റ് വേരിയബിൾ y ആയിരുന്നു. Therefore ഫൈനൽ സൊല്യൂഷൻ ഈക്വൽ ടു എന്താണ്? y is equal to ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നായിരിക്കണം നമുക്ക് കിട്ടേണ്ട സൊല്യൂഷൻ. ആ സൊല്യൂഷൻ ആണ് എക്സ് പ്ലസ് വൺ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ. ആ വാല്യൂ മാത്രമാണ് സൊല്യൂഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. Therefore ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇവിടെ വരെ സോൾവ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ച ആൻസർ ഓപ്ഷൻ ഇല്ലെന്ന് കരുതരുത് ഒരിക്കലും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആക്ച്വലി എന്താണ്? ദ വാല്യൂ ഓഫ് വൈ ആണ്. ആ വാല്യൂ ഓഫ് വൈ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് വൺ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ കിട്ടി. Therefore ഓപ്ഷൻ ബി ആണ് ആ സെയിം ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഹലോ, ക്ലിയർ ആൻസർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇനിഷ്യൽ കണ്ടീഷൻ എക്സ് ഓഫ് 1 ഈക്വൽ ടു 0.5 ആയിട്ടുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ടി എന്നാണ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. ഇത് ഏത് ഫോമിലല്ല? സ്റ്റാൻഡേർഡ് ഫോമിലല്ല. Therefore ഈ ഇക്വേഷൻ നമുക്ക് ഫസ്റ്റ് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാം? സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഡി എക്സ് ബൈ ഡി ടിയുടെ കൂടെ വന്നിരിക്കുന്ന ടി എന്ന് പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറിനെ എല്ലാ ടേംസിലും എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. Therefore ഈ ഇക്വേഷനെ കുറച്ചും കൂടി സോൾവ് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? ഡി എക്സ് ബൈ ഡി ടി പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ ടി ഈക്വൽ ടു ടി ഡിവൈഡഡ് ബൈ ടി ഈക്വൽ ടു 1 ആയിട്ട് മാറും. ഡൗട്ടിൽ എന്ന് കരുതുന്നു. Therefore ഇതിപ്പോ ഏത് ഫോമിലായിട്ട് മാറി? ഇത് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ ആയിട്ട് മാറി. വൈക്ക് പകരം ഡിപ്പെൻഡന്റ് വേരിയബിൾ എക്സ് ആണ്. എക്സിന് പകരം ഡിപ്പെൻഡന്റ് വേരിയബിൾ ടി ആണ്. ഓക്കെ, ഇവിടെ പി ആയിട്ട് വന്നിരിക്കുന്നത് ആരാണ്? 1 ഡിവൈഡഡ് ബൈ ടി ആണ് പി ആയിട്ട് വന്നിരിക്കുന്നത്. ടി ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാം. ക്യൂ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 1 എന്ന് എഴുതാം. Therefore ഇപ്പം ഏത് ഫോമിലാണ്? ഡയറക്റ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമിലാണ്. ഡയറക്റ്റ്ലി നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ജനറൽ സൊല്യൂഷൻ അപ്ലൈ ചെയ്യാം. y ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഇന്റഗ്രൽ ഫാക്ടർ ഇൻറ്റു ഡി എക്സ് പ്ലസ് സി ആയിരിക്കും ഫൈനൽ സൊല്യൂഷൻ. ഫസ്റ്റ് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഫൈൻഡ് ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇ റേസ് ടു ഇന്റഗ്രൽ ഓഫ് 1 ബൈ ടി ഡി ടി ആയിരിക്കും. 1 ബൈ ടി ഡി ടി ആയിരിക്കും ഈക്വൽ ടു ഇ റേസ് ടു 1 ബൈ ടിയുടെ ഇന്റഗ്രേഷൻ എന്താണ്? ലോഗ് ടി ആണ്. Therefore ആൻസർ എന്ത് കിട്ടും? ടി കിട്ടും. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ടി കിട്ടും. Therefore നമുക്ക് പറയാം എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. എക്സ് എന്തുകൊണ്ടാണ് എക്സ് എന്ന് നമുക്ക് അറിയാം. വൈക്ക് പകരം ഇവിടെ എന്താണ്? ഡിപ്പെൻഡന്റ് വേരിയബിൾ എക്സ് ആണ്. Therefore എക്സ് ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ക്യൂ ഈക്വൽ ടു 1 ആണ്. Therefore 1 ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ടി മൾട്ടിപ്ലൈഡ് വിത്ത് ഡി ടി പ്ലസ് സി ആയിരിക്കും ഫൈനൽ സൊല്യൂഷൻ. Therefore നമുക്ക് കിട്ടും എക്സ് ഇൻറ്റു ടി ഈക്വൽ ടു എന്ത് കിട്ടും? ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി കിട്ടും. ഇവിടെ ഇനിഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട് എന്താണ്? എക്സ് ഓഫ് 1 ഈക്വൽ ടു 0.5 ആണ്. എന്ന് പറഞ്ഞാല് അവിടെ തന്നിരിക്കുന്ന എന്താണ്? എക്സ് ഓഫ് ടി ആണ് തന്നിരിക്കുന്നത്. എക്സ് ഓഫ് ടിയില് ടിക്ക് പകരം 1 കൊടുത്താല് ടിക്ക് പകരം 1 കൊടുത്താല് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടണം? 0.5 കിട്ടണം. Therefore ഈ ഇക്വേഷൻ 1ല് നമുക്ക് ഏത് കണ്ടീഷൻ കൊടുക്കാം? 1,0.5 എന്ന് പറഞ്ഞ കണ്ടീഷൻ കൊടുക്കാം. Therefore 0.5 ഇൻറ്റു എക്സ് ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ടി ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി എന്ന് എഴുതാം. ഇവിടെ 0.5 ഇൻറ്റു 1 0.5 ആയിരിക്കും. 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്തായിരിക്കും? 1/2 ആയിരിക്കും. Therefore നമുക്ക് എന്ത് കിട്ടും? സി ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. Therefore ഇക്വേഷൻ 1 എന്തായിട്ട് മാറും? എക്സ് ഇൻറ്റു ടി ഈക്വൽ ടു ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആയിട്ട് മാറും. ടി ക്യാൻസൽ ചെയ്ത് പോയാൽ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ടി ഡിവൈഡഡ് ബൈ 2 കിട്ടും. Therefore ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇത്രയും ചെയ്ത് നോക്കണമെന്ന് നിർബന്ധമില്ല. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ
ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏത് ഓപ്ഷൻ ആണോ അതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പക്ഷെ 4 ആൻസറും കണ്ടുപിടിക്കാൻ ടൈം എടുക്കും. ഓക്കെ, 4 ഈ എന്താണ് ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പം റൈറ്റ് സൈഡിലെ ടി കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ ഡി തന്നെ ഡയറക്റ്റ്ലി നോക്കിയാൽ ഇവിടെ നോക്ക് ടി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ആക്ച്വലി എന്താണ് 1/2 ആണ്. therefore t divided by 2 plus x is equal to already t/2 ആണ്. therefore t/2 plus t/2 എന്ത് കിട്ടും? t കിട്ടും. therefore x is equal to t/2 ഏത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ ഇക്വേഷൻ കൊടുത്താല് എക്സിന് പകരം എന്താണ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 കൊടുത്താല് രണ്ട് ടേംസും ടി സ്ക്വയറിലായിരിക്കും. അത് ഒരിക്കലും ആഡ് ചെയ്താല് ടി കിട്ടത്തില്ല. therefore ഈ ഓപ്ഷൻ എന്തായിരിക്കും? റോങ് ആയിരിക്കും. ഈ ഓപ്ഷൻ റോങ് ആയിരിക്കും. ഈ ഓപ്ഷനും റോങ് ആയിരിക്കും. കാരണം അവിടെ എന്തുണ്ട്? ടി സ്ക്വയർ ഉണ്ട്. ഓപ്ഷൻ എ നോക്കിയാല് ടി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി, ഇവിടെ ഡി എക്സ് ബൈ ഡി ടി 1 ആണ്. therefore ടി ഇൻറ്റു 1 is equal to ഈ ടേം എന്ത് വരും? ടി വരും പ്ലസ് എക്സ്. ഇവിടെ എക്സ് is equal to ടി മൈനസ് ഹാഫ് ആയതുകൊണ്ട് നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2 times ടി മൈനസ് ഹാഫ് കിട്ടും. therefore ഓപ്ഷൻ എയും റോങ് ആണ്. കറക്റ്റ് ആയിട്ട് വരുന്നത് ആര് മാത്രമായിരിക്കും? ഓപ്ഷൻ ഡി മാത്രമായിരിക്കും. അങ്ങനെയും നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ടൈം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെയും സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജനറൽ ഫോർമുലയിൽ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ലാസ്റ്റ് പറഞ്ഞത് മനസ്സിലായില്ല സാർ. ഓക്കെ, ലാസ്റ്റ് എങ്ങനെയാണ് ഓപ്ഷനിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഫൈൻഡ് ചെയ്യുന്നത്? അതാണോ ഡൗട്ട്? അതെ അതെ. ഓക്കെ, ഇവിടെ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ് സൊല്യൂഷൻ മെത്തേഡിൽ നോർമലി ചോദിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് എക്സ് വാല്യൂ ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അന്നേരം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സ് വാല്യൂ ഈ 4 ഓപ്ഷൻസിൽ കാണും. ആ ഓപ്ഷൻ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് മെത്തേഡിൽ ഫൈൻഡ് ചെയ്തപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടി? എക്സ് ഇസ് ഈക്വൽ ടു ടി ഡിവൈഡഡ് ബൈ 2 കിട്ടി. ആ ടി ഡിവൈഡഡ് ബൈ 2 ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിന്റെ ലെഫ്റ്റ് സൈഡില് ടി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്ത് കിട്ടണം? ടി കിട്ടണം. ഇവിടെ എക്സ് t/2 ആയാല് അതിന്റെ ടി ഇൻറ്റു അതിന്റെ ഡെറിവേറ്റീവ് പ്ലസ് ടി ഡിവൈഡഡ് ബൈ 2 നമുക്ക് എന്ത് കിട്ടും? ടി കിട്ടും. പക്ഷെ 3 ഓപ്ഷൻസ് വീണ്ടും ഉണ്ട്. ആ 3 ഓപ്ഷൻസും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം. ഫസ്റ്റ് ഓപ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു ടി മൈനസ് ഹാഫ് ആണ്. ക്വസ്റ്റ്യൻ തന്നിരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? ടി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ടി ആണ്. therefore ഈ എക്സിന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു ടി ഇൻറ്റു 1 പ്ലസ് ടി മൈനസ് ഹാഫ് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 2 times ടി മൈനസ് ഹാഫ് കിട്ടും. പക്ഷെ നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടേണ്ടത് ടി ആയിരിക്കണം. therefore ഓപ്ഷൻ എ എന്തായിരിക്കും? റോങ് ആയിരിക്കും. സിമിലർലി ഓപ്ഷൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് ടി മൾട്ടിപ്ലൈഡ് വിത്ത് ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2 times ടി വരും. എക്സ് വീണ്ടും ടി സ്ക്വയർ മൈനസ് ഹാഫ് വരും. therefore അത് രണ്ടും കൂടെ ആഡ് ചെയ്താല് റൈറ്റ് സൈഡിൽ എന്ത് കിട്ടത്തില്ല? ടി കിട്ടത്തില്ല. therefore ഓപ്ഷൻ ബിയും എന്താണ്? റോങ് ഓപ്ഷൻ ആണ്. ഓക്കെ, അതുപോലെ 4 ഓപ്ഷൻസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് ഏത് ഓപ്ഷൻ ആണോ പ്രോപ്പർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതായിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, എല്ലാ കേസിലും ആ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. സ്റ്റാൻഡേർഡ് എന്താണ് മെത്തേഡിൽ തന്നെ സോൾവ് ചെയ്താല് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടാം. 4 ഓപ്ഷൻസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ടൈം കളയുന്നതെന്ന് നിർബന്ധമില്ല. എങ്കിൽ പോലും ഒരു എന്താണ് സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ നോക്കാം. പക്ഷെ നമ്മളുടെ ബാക്കി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള ടൈം അവിടെ വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ചെയ്യുന്ന മെത്തേഡ് എന്താണോ അത് കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സോൾവ് tan y dy by dx plus tan x equal to cos y cos square x. ഇവിടെ നോക്കിയാല് ഡിഫറൻഷ്യൽ ടേം എന്താണ്? ഫസ്റ്റ് ഓർഡർ ആണ്. അതിന്റെ പവർ 1 ആണ്. therefore
ഈ ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കൂടെ വീണ്ടും ഒരു എന്താണ് വൈഡ് ടൈം മൾട്ടിപ്ലൈ ചെയ്താൽ, വീണ്ടും ഒരു വൈഡ് ടൈം മൾട്ടിപ്ലൈ ചെയ്താൽ അത് നോൺ ലീനിയർ ആയിട്ട് മാറും. ഒന്നുകൂടി പറയാം, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ എഴുതുന്നു. du by dx പ്ലസ് എക്സ് ഇൻറ്റു യു ഈക്വൽ ടു കോസ് എക്സ് എന്ന് എഴുതുന്നു. ഇത് ഏത് ഫോമിലാണ്? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമിലാണ്. ഇവിടെ യുക്ക് പകരം യുവിന് പകരം യു സ്ക്വയർ വന്നാൽ ഇത് എന്തായിട്ട് മാറും? നോൺ ലീനിയർ ആയിട്ട് മാറും. du by dxന്റെ കൂടെ യു മൾട്ടിപ്ലൈ ചെയ്താൽ ഇതെന്തായിട്ട് മാറും? വീണ്ടും നോൺ ലീനിയർ ആയിട്ട് മാറും. ദെർഫോർ ഒരു നോൺ ലീനിയർ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള പോർഷൻ ആണ്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും, പക്ഷെ അതെന്തായിരിക്കും? നോൺ ലീനിയർ ആയിരിക്കും. അതിന് റീസൺ എന്താണ്? dy by dxന്റെ കൂടെ ഏത് ടേം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്? y വരുന്ന വേറൊരു ടേം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. Therefore, ഈ ക്വസ്റ്റ്യനെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്താൽ ഏത് മെത്തേഡിൽ സോൾവ് ചെയ്യാൻ പറ്റും? ലെബനിറ്റ്സ് ഇക്വേഷന്റെ സൊല്യൂഷൻ മെത്തേഡ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ വീണ്ടും അങ്ങനെ തന്നെ എഴുതുന്നു. tan y is equal to tan y into dy by dx, tan y into dy by dx plus tan x equal to cos y cos square x. ഇതായിരുന്നു ക്വസ്റ്റ്യനിൽ തന്നിരുന്നത്. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു കോസിന്റെ ടൈം ഉണ്ട്, കോസ് y ഉണ്ട്. ലെഫ്റ്റ് സൈഡില് dy by dxന്റെ കൂടെ ആരുണ്ട്? ഒരു tan y ഉണ്ട്. ഈ ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യാൻ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്, റൈറ്റ് സൈഡിൽ വരുന്ന ഫംഗ്ഷൻ ഓഫ് y ഉണ്ട്, റൈറ്റ് സൈഡിൽ വരുന്ന ഫംഗ്ഷൻ ഓഫ് y ഉണ്ട്. എല്ലാ ടേംസിനും എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. എല്ലാ ടേംസിലും എല്ലാ കേസിലും അതൊരു സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നിർബന്ധമില്ല. എങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻ അങ്ങനെ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നോർമലി ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും? റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ നോർമലി വരുന്ന ടു ടൈമിന്റെ കൂടെ ഉള്ള ഫംഗ്ഷൻ ഓഫ് y എന്താണോ ആ ഫംഗ്ഷൻ ഓഫ് y കൊണ്ട് എല്ലാ ടേംസിനും എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. എല്ലാ ടേംസിനെ ഡിവൈഡ് ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും? tan y ഡിവൈഡഡ് ബൈ കോസ് y വരും ഇൻറ്റു dy by dx പ്ലസ് tan എക്സിന്റെ കൂടെ ആര് വരും? tan x ഡിവൈഡഡ് ബൈ കോസ് y വരും ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഇത്രയും ഡൗട്ട് ഇല്ലെന്ന് കരുതുന്നു. ഇവിടെ ഡിവൈഡഡ് ബൈ കോസ് y എന്ന് പറയുന്നത് നമുക്കറിയാം 1 ഡിവൈഡഡ് ബൈ കോസ് y എന്തായിരിക്കും? സീക് y ആയിരിക്കും. 1 ഡിവൈഡഡ് ബൈ കോസ് y ഈക്വൽ ടു സീക് y ആയിരിക്കും. Therefore സീക് y ഇൻറ്റു tan y ഇൻറ്റു dy by dx പ്ലസ് tan x ഡിവൈഡഡ് ബൈ കോസ് y കോസ് y ന്യൂമറേറ്റർ പോകുമ്പോൾ എന്തായിട്ട് മാറും? സീക് y ആയിട്ട് മാറും. Therefore സീക് y മൾട്ടിപ്ലൈഡ് വിത്ത് tan x ഈക്വൽ ടു എന്തെന്ന് എഴുതാം? കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഇവിടെ നോക്ക്, സീക് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്തായിരിക്കും? സീക് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. സീക് എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? സീക് എക്സ് ടാൻ എക്സ് ആണ്. ഓക്കെ, ഇവിടെ എക്സിന് പകരം y കൊടുത്താൽ വീണ്ടും ഇതിന്റെ കൂടെ ആര് വരും? dy by dx വരും. Therefore സീക് y ഈക്വൽ ടു t എന്ന് കൊടുത്താൽ ലെറ്റ് സീക് y ഈക്വൽ ടു t എന്ന് കൊടുത്താൽ നമുക്ക് എഴുതാം സീക് y മൾട്ടിപ്ലൈഡ് വിത്ത് സീക് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? സീക് y tan y ആണ്. Therefore സീക് y tan y dy by dx ഈക്വൽ ടു എനിക്ക് എന്തെന്ന് എഴുതാം? ഡെറിവേറ്റീവ് ഓഫ് t വിത്ത് റെസ്പെക്ട് ടു x എന്ന് എഴുതാം. Therefore dt by dx എന്ന് എഴുതാം. ഡൗട്ടില്ലെന്ന് കരുതുന്നു. ഞാൻ എന്ത് ചെയ്തു? സീക് വൈക്ക് t എന്ന് കൊടുത്തു. Therefore സീക് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്തായിരിക്കും? സീക് വൈയുടെ ഡെറിവേറ്റീവ് സീക് വൈ ടാൻ വൈ ആയിരിക്കും. വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്തായിരിക്കും? dy by dx ആയിരിക്കും. റൈറ്റില് t ആണ്. Therefore ആ ടിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്തായിരിക്കും? dt by dx ആയിരിക്കും. Therefore ഈ ലെഫ്റ്റ് സൈഡിലെ ഫുൾ ടൈമിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? Therefore equation 1 എന്തായിട്ട് മാറും? Therefore equation 1 become
dt/dx പ്ലസ് സീക് വൈക്കാണ് ടി എന്ന് കൊടുത്തത്. ദർഫോർ നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ എക്സ് ഇൻറ്റു ടി ഈക്വൽ ടു എന്തെന്ന് എഴുതാം? കോസ്കോർ എക്സ് എന്ന് എഴുതാം. ഇതിപ്പോ ഏത് ഫോമിലായിട്ട് മാറി? സ്റ്റാൻഡേർഡ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ടി ആയിട്ട് മാറി. വൈലായിരുന്നു ഒറിജിനൽ ഇക്വേഷൻ, അതൊരു നോൺ ലീനിയർ ഇക്വേഷൻ ആയിരുന്നു. ആ നോൺ ലീനിയർ ഇക്വേഷനെ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ദർഫോർ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? സ്റ്റാൻഡേർഡ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷന്റെ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ദർഫോർ നമുക്ക് പറയാം ഫൈനൽ സൊല്യൂഷൻ ഈക്വൽ ടു എന്തായിരിക്കും? ഫൈനൽ സൊല്യൂഷൻ ഈക്വൽ ടു ടി ഇൻറ്റു ഇന്റഗ്രൽ ഫാക്ടർ. ടി ഇൻറ്റു ഇവിടുത്തെ ഇന്റഗ്രൽ ഫാക്ടർ കണ്ടുപിടിക്കാം. ടി ഇൻറ്റു ഇന്റഗ്രൽ ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് റൈറ്റ് സൈഡിലെ എന്താണ്? ടു ഫംഗ്ഷൻ കോസ്കോർ എക്സ് ആണ്. ദർഫോർ കോസ്കോർ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഫാക്ടർ ഇൻറ്റു ഡി എക്സ് പ്ലസ് സി ആയിരിക്കും ഫൈനൽ ഇക്വേഷൻ. ദർഫോർ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം? ഫസ്റ്റ് ഇന്റഗ്രൽ ഫാക്ടർ ഫൈൻഡ് ചെയ്യാം. ഇന്റഗ്രൽ ഫാക്ടർ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഇ റേസ് ടു ഇന്റഗ്രൽ ഓഫ് ടിയുടെ കൂടെ വന്നിരിക്കുന്ന എക്സിന്റെ ഫംഗ്ഷൻ ആരാണ്? ടാൻ എക്സ് ആണ്. ദർഫോർ ഇ റേസ് ടു ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് ഡി എക്സ് എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ടാൻ എക്സിന്റെ ഇന്റഗ്രേഷൻ എന്തായിരിക്കും? ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ആണ് എന്ത്? ടാൻ എക്സ് എന്ന് പറയുന്നത്. സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് ആണെങ്കിൽ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ആരാണ്? മൈനസ് സൈൻ എക്സ് ആണ്. ദർഫോർ ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് എന്തായിരിക്കും? ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് എന്തായിരിക്കും? ലോഗ് കോസ് എക്സ്. അതെ, ലോഗ് വെറും ലോഗ് കോസ് എക്സ് ആണോ? ലോഗ് സീക്ക് എക്സ് അല്ലേ? അതെ, ലോഗ് സീക്ക് എക്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? മൈനസ് ലോഗ് കോസ് എക്സ് എന്ന് എഴുതാം. മൈനസ് ലോഗ് കോസ് എക്സിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലോഗ് സീക്ക് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഓൾറെഡി ഈ പോർഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇന്റഗ്രൽ ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു ലോഗ് സീക്ക് എക്സ് ആണ്. കാരണം സൈൻ എക്സ് ബൈ കോസ് എക്സില് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. ദർഫോർ എക്സ്ട്രാ ഒരു മൈനസ് കൊടുത്താല് ഇന്റഗ്രൽ ഓഫ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്തായിരിക്കും? മൈനസ് ലോഗ് ഡിനോമിനേറ്റർ ആയിരിക്കും. ദർഫോർ മൈനസ് ലോഗ് കോസ് എക്സ് കിട്ടും. മൈനസ് ലോഗ് കോസ് എക്സില് ഈ മൈനസിനെ അകത്തോട്ട് കൊണ്ടുപോയാൽ എന്തായിട്ട് മാറും? 1/cos x ആയിട്ട് മാറും. 1/cos x എന്തായിരിക്കും? സീക്ക് എക്സ് ആയിരിക്കും. ദർഫോർ ലോഗ് എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? ലോഗ് സീക്ക് എക്സ് ആണ്. ദർഫോർ ഇ റേസ് ടു ലോഗ് സീക്ക് എക്സ് എന്തായിട്ട് മാറും? ജസ്റ്റ് സീക്ക് എക്സ് ആയിട്ട് മാറും. ഓക്കെ, നാച്ചുറൽ ലോഗ് ആണോ? കേട്ടില്ല, എന്താണ്? നാച്ചുറൽ ലോഗ് അല്ലേ? അതെ, നാച്ചുറൽ ലോഗ് ആണ്. ഈ ലോഗ് എല്ലായ്പ്പോഴും നാച്ചുറൽ ലോഗ് ആയിരിക്കും. ഞാൻ എല്ലായിടത്തും എൽ എൻ എഴുതാത്തതാണ്. ഓൾവേസ് ഇന്റഗ്രൽ ഓഫ് ഒരു ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ ആ ഫംഗ്ഷൻ ഈക്വൽ ടു എന്തായിരിക്കും? നാച്ചുറൽ ലോഗരിതം ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. നമ്മൾ കുറച്ച് സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്താണ് ജസ്റ്റ് ലോഗ് എന്ന് എഴുതുന്നുള്ളൂ. ഈ ലോഗിന്റെ ബേസ് എന്തായിരിക്കും? എക്സ്പോണന്റ് ആയിരിക്കും. ദർഫോർ അത് നാച്ചുറൽ ലോഗരിതം ആയിരിക്കും. ഓക്കെ, താങ്ക് യു. ഒരു ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടി? സീക്ക് എക്സ്, സോറി, ഇന്റഗ്രേഷൻ ഫാക്ടർ എന്ത് കിട്ടി? സീക്ക് എക്സ് കിട്ടി. ദർഫോർ ഫൈനൽ സൊല്യൂഷൻ ഈക്വൽ ടു ടി ഇൻറ്റു ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ സീക്ക് എക്സ് ഈക്വൽ ടു ഇന്റഗ്രേഷൻ ഓഫ്, ഇവിടെ ക്യൂ എന്താണ്? കോസ്കോർ എക്സ് ആണ്. ദർഫോർ കോസ്കോർ എക്സ് മൾട്ടിപ്ലൈഡ് വിത്ത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ സീക്ക് എക്സ് കിട്ടും. സീക്ക് എക്സിന് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1/cos x എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദർഫോർ ആൻസർ എന്തായിട്ട് മാറും? കോസ് എക്സും ഒരു സ്ക്വയറില് ഒരു കോസും മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്ത് പോയാല് റിമൈനിങ് കോസ് എക്സ് ആണ് കിട്ടുന്നത്. ദർഫോർ ഇന്റഗ്രൽ ഓഫ് കോസ് എക്സ് ഈക്വൽ ടു എന്ത് കിട്ടും? സൈൻ എക്സ് കിട്ടും. ദർഫോർ ഫൈനൽ ആൻസർ ഈക്വൽ ടു എന്തായിരിക്കും? ടി ഇൻറ്റു സീക്ക് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് സി ആയിരിക്കും ആൻസർ. ഇവിടെ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്തായിട്ടാണ്? കോസ് വൈ ആയിട്ട്, സോറി, സീക്ക് വൈ ആയിട്ടാണ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ദർഫോർ അതിനെ തിരിച്ചു കൊടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം? സീക്ക് വൈ സീക്ക് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് പ്ലസ് സി ആണ് ഫൈനൽ സൊല്യൂഷൻ. ഇതാണ് ഫൈനൽ സൊല്യൂഷൻ. ഏതെങ്കിലും സ്റ്റെപ്സിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.
വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല, നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. പക്ഷെ എന്താണ്, ഫസ്റ്റ് ഓർഡർ ആണ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രമാണ്. ആ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ 1 ആണ്. Therefore ഫസ്റ്റ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ആ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഏത് ഫോമിൽ കൺവേർട്ട് ചെയ്തു? സ്റ്റാൻഡേർഡ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ കൺവേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ലെബിനീസ് ഇക്വേഷൻ ഫോർമുല അപ്ലൈ ചെയ്യാം. ആ ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ സൊല്യൂഷൻ ഓഫ് ദ നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. സർ ഇവിടെ ടിക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, സീക്ക് വൈ എന്നുള്ളത്. അതെ അതെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടിക്ക് നമ്മൾ ഒറിജിനൽ ഇക്വേഷനിൽ എന്തില്ലായിരുന്നു? ടി എന്ന് പറയുന്നൊരു ടേം ഇല്ലായിരുന്നു. ഒറിജിനൽ ഫംഗ്ഷൻ നോക്കിയാല് ആ ഫംഗ്ഷനിൽ വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആണ്. Therefore ഒറിജിനൽ ഇക്വേഷനിൽ എക്സ് ആൻഡ് വൈ ആണ് വേരിയബിൾസ് എങ്കിൽ അതിന്റെ ഫൈനൽ സൊല്യൂഷനും ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ തന്നെ ആയിരിക്കണം. ഓക്കെ, വേറെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ഇതാണ്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ സോൾവ് ചെയ്യുന്നില്ല, നമ്മൾ തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഡി ടി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി ആണ് ന്യൂമറേറ്ററില്, സ്മോൾ ടി ആണ് ഡിനോമിനേറ്ററില്. ഫോർ ഡി ടി ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു കെ ടി മൈനസ് കെ ടി എം എന്നാണ് തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഏത് ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യാം? ഡി ടി ഡിവൈഡഡ് ബൈ ഡി ടി മൈനസ് കെ ടി ഈക്വൽ ടു കെ ഇൻറ്റു മൈനസ് കെ ഇൻറ്റു ടി എം എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇത് ഏത് ഫോമിലാണ് തന്നിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമിലാണ് തന്നിരിക്കുന്നത്. ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ ഫോമിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇവിടെ വൈക്ക് പകരം ക്യാപിറ്റൽ ടി ആണ്, എക്സിന് പകരം എന്താണ്? എക്സിന് പകരം സ്മോൾ ടി ആണ്. ഇവിടുത്തെ പി എന്ന് പറഞ്ഞ ടൈം മൈനസ് കെ ആണ്, ക്യൂ എന്ന് പറഞ്ഞ ടൈം മൈനസ് കെ ഇൻറ്റു ടി എം ആണ്. ഇനീഷ്യൽ കണ്ടീഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്താണ്? ടി എഫ് ടിയുടെ ഇനീഷ്യൽ കണ്ടീഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്താണ്? സ്മോൾ ടിയുടെ വാല്യൂ 0 ആകുമ്പം ക്യാപിറ്റൽ ടിയുടെ വാല്യൂ എന്തായിട്ട് മാറും? ടി 0 ആയിട്ട് മാറും. ഓക്കെ, തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്ട്ലി സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ടാൻ എക്സ് മൈനസ് വൈ ഇൻറ്റു സി സ്കോർ എക്സ് ആണ്. ഇതിനെ നമുക്ക് ഏത് ഫോമിൽ കൺവേർട്ട് ചെയ്യാം? സ്റ്റാൻഡേർഡ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമിൽ കൺവേർട്ട് ചെയ്യാം. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് സി സ്കോർ എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ടാൻ എക്സ് ഇൻറ്റു സി സ്കോർ എക്സ് ആയിട്ട് മാറും. ടാൻ എക്സ് ഇൻറ്റു സി സ്കോർ എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇൻറ്റു സീക് സ്കോർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഡിവൈഡഡ് ബൈ കോസ് സ്കോർ എക്സ് ആണ്. ഓക്കെ, അങ്ങനെ കൺവേർട്ട് ചെയ്യണം നിർബന്ധമില്ല. ഇവിടെ കുറച്ചും കൂടി സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്കറിയാം ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് സീക് സ്കോർ എക്സ്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് സീക് സ്കോർ എക്സ്. അങ്ങനെ ആയതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം ഫൈനലി എന്ത് വരുമെന്ന്. ഓക്കെ, റൈറ്റ് സൈഡില് ടാൻ എക്സ് ഇൻറ്റു സീക് സ്കോർ എക്സ് ആണ് ക്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് ഏത് ഫോമിലാണ്? ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ ഫോമിലാണ്. ഇവിടെ പി ഇസ് ഈക്വൽ ടു എന്താണ്? സീക് സ്കോർ എക്സ് ആണ്. ഫസ്റ്റ് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഫൈൻഡ് ചെയ്യാം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ ഇന്റഗ്രൽ ഓഫ് സീക് സ്കോർ എക്സ് ഡി എക്സ് ആയിരിക്കും. ഈക്വൽ ടു എന്തായിട്ട് മാറും? സീക് സ്കോർ എക്സിന്റെ ഇന്റഗ്രേഷൻ നമുക്കറിയാം ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് സീക് സ്കോർ എക്സ്. Therefore സീക് സ്കോർ എക്സിന്റെ ഇന്റഗ്രേഷൻ എന്തായിരിക്കും? ടാൻ എക്സ് ആയിരിക്കും. ടാൻ എക്സ് ആയിരിക്കും സീക് സ്കോർ എക്സിന്റെ ഇന്റഗ്രേഷൻ. Therefore ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ പവർ ടാൻ എക്സ് കിട്ടും. Therefore ഫൈനൽ സൊല്യൂഷൻ ഈക്വൽ ടു ഇ റേസ് ടു എന്താണ്? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ക്യൂ ടേംസ് ഇത്രയുണ്ട്. ടാൻ എക്സും സി സ്കോർ എക്സും ഉണ്ട്. അതിന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു ഡി എക്സ് പ്ലസ് സി ആയിരിക്കും. നിങ്ങൾ പറയുക ഇവിടെ എന്തായിരിക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? ടാൻ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതെ, ടാൻ എക്സിലായിരിക്കണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതിന്റെ റീസൺ
എന്താണ് ഇ റേസ് ടു സോറി ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് സീക്സ് സ്ക്വയർ എക്സ് എന്ന്. പക്ഷെ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം നമുക്ക് ഫുള്ളി ആൻസർ കിട്ടുമോ? ഇന്റഗ്രൽ ഓഫ് യു ഇൻറ്റു ഇ റേസ് ടു യു അങ്ങനെയല്ലേ? യു അതെ, ഈക്വൽ ടു അതെ, ടാൻ correct. എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് അതെ ഇന്റഗ്രൽ ഓഫ് കറക്റ്റാണ്. സർ പക്ഷെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പം ടാൻ എക്സ് ഇൻറ്റു 1/tan സ്ക്വയർ എക്സ് എന്ന് എഴുതിക്കൂടെ? ടാൻ എക്സ് ഇൻറ്റു 1/cos സ്ക്വയർ എക്സ് ഉം. ഈ ഫോർമാറ്റില്. ആ അപ്പൊ ഓക്കെ, ആ വെട്ടിപ്പോയിട്ട് ഫോർമാറ്റിൽ അവിടെ നിന്ന് എഴുതിയാലും നമുക്കൊരു അപ്പൊ സീക്സ് സ്ക്വയർ എക്സ് മാത്രം കിട്ടും, നമുക്ക് സീക്ക് എക്സ് മാത്രം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇപ്പൊ പറഞ്ഞ ടാൻ എക്സിന് യു തന്നെ കൊടുക്കുന്നതാണ്. ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകത്തില്ല, ഇത് വീണ്ടും ഇൻഡയറക്ട്ലി ഇവിടെ തന്നെ വരും. ഓക്കെ. ഓക്കെ. ഇവിടെ ഒന്നുകിൽ ടാൻ എക്സിന് യു എന്ന് കൊടുക്കാം. ടാൻ എക്സിന് യു എന്ന് കൊടുത്താല് നമുക്ക് എന്ത് കിട്ടും? ഇ റേസ് ടു ഇവിടെ ടാൻ എക്സിന് ഞാൻ യു എന്ന് കൊടുക്കുന്നു. ദെർഫോർ നമുക്ക് കിട്ടും sec² എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി യു എന്ന് കിട്ടും. പക്ഷെ അങ്ങനെ കൊടുത്താലുള്ള പ്രശ്നം ഇവിടെ പ്രൊഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യേണ്ടി വരും. വീണ്ടും ഒരു പ്രൊഡക്റ്റ് റൂളൂടെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഈ യുവും ഇ റേസ് ടു യുവും അവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് കുറച്ചും കൂടി സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇ റേസ് ടു ടാൻ എക്സിന് യു കൊടുത്താല് നമുക്ക് എന്ത് കിട്ടും? ഇ റേസ് ടു ടാൻ എക്സ് ഇൻറ്റു ടാൻ എക്സിന്റെ ഡെറിവേറ്റീവായ sec² എക്സ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഡി യു എന്ന് എഴുതാം. ഇ റേസ് ടു ടാൻ എക്സിന് യു എന്ന് കൊടുത്താല് ഇ റേസ് ടു ടാൻ എക്സ് ഇൻറ്റു ടാൻ എക്സിന്റെ ഡെറിവേറ്റീവായ എന്താണ് sec² എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി യു എന്ന് എഴുതാം. ദെർഫോർ കുറച്ചും കൂടി കൂടുതൽ ടേംസിനെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ തന്നെ ക്യാൻസൽ ചെയ്ത് കളയാം. ദെർഫോർ y ഇൻറ്റു ഇ റേസ് ടു ടാൻ എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് എന്തായിട്ട് മാറും? ഇന്റഗ്രൽ ഓഫ് y യു അല്ലേ സർ? എന്താണ്? കേട്ടില്ല. y ഇൻറ്റു യു എന്നല്ലേ അപ്പം വരിക? ഇത്രയും ടേംസ് ആണ് ഡി യു ആയിട്ട് വരുന്നത്. ഇവിടെ വീണ്ടും ഒരു ടാൻ എക്സ് ഉള്ളത് കൊണ്ട് ആ ടാൻ എക്സിനെ നമുക്ക് ലോഗ് യു എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയും സോൾവ് ചെയ്യാം. ഓക്കെ, y ഇൻറ്റു യു എന്ന് ഉദ്ദേശം എന്താണ്? സാർ ഇ റേസ് ടു ടാൻ എക്സിന് സാർ യു എന്ന് കൊടുത്തല്ലോ, അപ്പം ഇവിടെ y ഇൻറ്റു യു വരില്ലെന്ന് ചോദിച്ചു. y ഇൻറ്റു യു എന്ന് എഴുതാം. ആ y ഇൻറ്റു യുനെ ലാസ്റ്റ് നമ്മൾ വീണ്ടും എന്താക്കണം? ഇ റേസ് ടു ടാൻ എക്സ് ആക്കണം. ലെഫ്റ്റ് സൈഡിൽ ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നേ ഉള്ളൂ, കുഴപ്പമില്ല. y ഇൻറ്റു യു എന്ന് വേണമെങ്കിൽ എഴുതാം, കുഴപ്പമില്ല. ഓക്കെ, y ഇൻറ്റു യു എന്ന് എഴുതിയാലും കുഴപ്പമില്ല. സെയിം ആൻസർ തന്നെയായിരിക്കും നമുക്ക് അവസാനം കിട്ടുന്നത്. ഓക്കെ, ഞാൻ ഇ റേസ് ടു ടാൻ എക്സിന് യു എന്ന് കൊടുത്തു. ദെർഫോർ ഇ റേസ് ടു ടാൻ എക്സ് ഇൻറ്റു sec² എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഡി യു ആയിട്ട് മാറും. ദെർഫോർ ഇത്രയും ടേംസ് ഡി യു ആയിട്ട് മാറും. പക്ഷെ വീണ്ടും ഇവിടെ ഒരു ടാൻ എക്സ് എക്സ്ട്രാ കിടപ്പുണ്ട്. ആ ടാൻ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലോഗ് ഓഫ് അല്ലെങ്കിൽ നാച്ചുറൽ ലോഗരിതം ഓഫ് യു എന്ന് എഴുതാൻ പറ്റും, ഇൻറ്റു ഡി യു പ്ലസ് സി എന്ന് എഴുതാൻ പറ്റും. ലോഗ് എക്സിന്റെ ഇന്റഗ്രേഷൻ എന്തായിരിക്കും? ഇന്റഗ്രേഷൻ ആണ്, ഡെറിവേറ്റീവ് അല്ല. ലോഗ് എന്തായിരിക്കും? ലോഗ് എക്സ് എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് ആയിരിക്കും. ലോഗ് എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് ആയിരിക്കും. അത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. ഫസ്റ്റ് ടൈം 1 എന്ന് എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യണം. സെക്കൻഡ് ടൈം ലോഗ് എക്സ് എന്ന് അസ്യൂം ചെയ്യണം. ഇന്റഗ്രേറ്റിംഗ് ബൈ ഫാക്ടർ അല്ലെങ്കിൽ ഇന്റഗ്രേഷന്റെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ ഇന്റഗ്രേഷൻ ഓഫ് ലോഗ് എക്സ് ഈക്വൽ ടു എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ് എന്ന് കിട്ടും. ദെർഫോർ ഇന്റഗ്രൽ ഓഫ് എൽ എൻ യു എന്തായിരിക്കും? ഇന്റഗ്രൽ ഓഫ് എൽ എൻ യു ഈക്വൽ ടു യു ഇൻറ്റു നാച്ചുറൽ ലോഗരിതം ഓഫ്, അല്ലെങ്കിൽ ജസ്റ്റ് ലോഗ് എന്ന് എഴുതാം, കുഴപ്പമില്ല, ലോഗ് ഓഫ് യു മൈനസ് യു എന്ന് എഴുതാം. പ്ലസ് എന്തായിരിക്കും? പ്ലസ് ഇന്റഗ്രൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ യുവിനെ വീണ്ടും നമ്മൾ എന്താക്കണം? ഇ റേസ് ടു ടാൻ എക്സ് ആക്കി മാറ്റണം. ദെർഫോർ ഫൈനൽ സൊല്യൂഷൻ ഈക്വൽ ടു y ഇൻറ്റു ഇ റേസ് ടു ടാൻ എക്സ് ഈക്വൽ ടു യു ഇൻറ്റു യു ഈക്വൽ ടു എന്താണ്? ഇ റേസ് ടു ടാൻ എക്സ് ആണ്. അതേ മൾട്ടിപ്ലൈഡ് വിത്ത്
ലോഗ് യു ഈക്വൽ ടു ലോഗ് ഓഫ് ഇ റേസ് ടു ടാൻ എക്സ് എന്തായിട്ട് മാറും? ടാൻ എക്സ് ആയിട്ട് മാറും. പ്ലസ് മൈനസ് യു മൈനസ് ഇ റേസ് ടു അഗെയിൻ ടാൻ എക്സ് വരും. പ്ലസ് ഇന്റഗ്രൽ കോൺസ്റ്റന്റ് സി വരും. ഇവിടെ ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടില്ല. ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നാൽ എല്ലാ ടേംസിൽ നിന്നും നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്ത് കളയാം? ഇ റേസ് ടു ടാൻ എക്സ് ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെ കളഞ്ഞാൽ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? y is equal to tan x minus 1 plus c into e raised to minus tan x എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഫൈനൽ ആൻസർ. ഇത് പല മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഞാൻ ഇ റേസ് ടു ടാൻ എക്സിന് യു എന്ന് കൊടുത്തിട്ടാണ് സോൾവ് ചെയ്തത്. അങ്ങനെ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ടാൻ എക്സിന് യു എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇനിഷ്യലി തന്നെ ഏതെങ്കിലും ടേംസിനെ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻ ടേംസ് ഓഫ് വൈനെ വേറെ ഏതെങ്കിലും ഫോംസ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്താലും ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? y is equal to tan x minus 1 plus ഇന്റഗ്രൽ കോൺസ്റ്റന്റ് c മൾട്ടിപ്ലൈഡ് വിത്ത് ഇ റേസ് ടു മൈനസ് tan x എന്ന ഫോർമാറ്റിൽ കിട്ടും. ഈ ക്വസ്റ്റ്യൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം ഏതെങ്കിലും സ്റ്റെപ്സിൽ. സർ നേരത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താന്ന് പറയാൻ പറ്റും? ആൻസർ സർ കയ്യിലുണ്ടോ? ആൻസർ ആക്ച്വലി എന്റെ കയ്യിലില്ല. ഞാൻ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ആ ഓക്കെ, ചെയ്ത് നോക്കുക. നമുക്ക് ചെയ്തപ്പം TM_k² അങ്ങനെ കിട്ടിയത്. അത് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ. ഓക്കെ, ഫൈനൽ ആൻസർ എന്താണ് കിട്ടിയത്? ടി ഇൻറ്റു TM_k². ഓക്കെ, ആക്ച്വലി ഇവിടെ തന്നിരിക്കുന്ന ടി എന്ന് പറയുന്നത് ഒരൊറ്റ ടേം ആണ്. ടി സഫിക്സ് എം എന്നാണ്. അതന്നെ TM_k². ഓക്കെ, TM_k². ടി ഇല്ല, TM_k². ഓക്കെ, TM_k². അറിയില്ല കറക്റ്റ് ആണോ ഓക്കെ, വെരിഫൈ. ഞാൻ ചെയ്തപ്പോ എനിക്ക് കിട്ടിയത് TM plus T0 minus TM into e raised to KT എന്നായിട്ട്. TM plus ബ്രാക്കറ്റിൽ T0 minus TM ബ്രാക്കറ്റിൽ T0 minus TM ബ്രാക്കറ്റിൽ T0 minus TM into e raised to KT എന്നാണ് കിട്ടിയത്. e raised to KT അല്ല, ഇവിടെയും സ്മോൾ ടി ആണ്. സ്മോൾ ടി. ഓക്കെ, ചെയ്ത് നോക്കുക. ഇവിടെ തന്നിരിക്കുന്ന ഫോർമാറ്റ് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കാം കറക്റ്റ് ആയിട്ട് വരുന്നതെന്നാണ് കരുതുന്നത്. കാരണം ഇവിടുത്തെ എന്താണ് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റേസ് ടു മൈനസ് KT തന്നെ ആയിരിക്കും വരുന്നത്. ആ ഇ റേസ് ടു മൈനസ് KT റൈറ്റിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു പ്ലസ് KT ടേം റൈറ്റിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇതാണ് കുറച്ചും കൂടി എന്താണ് ആൻസറിനോട് അടുത്ത് നിൽക്കുന്നത്. അത് തന്നെയായിരിക്കും. ഞാൻ ഇ റേസ് ടു മൈനസ് KT ഇന്റഗ്രേഷൻ ഇ റേസ് ടു മൈനസ് KT ഇൻറ്റു മൈനസ് K എന്ന് എടുത്തത്. ഡിഫറൻഷിയേറ്റ് ചെയ്ത്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് മിസ്റ്റേക്കുകൾ മാക്സിമം വരുന്നതാണ് നല്ലത്. കാരണം ഓരോ മിസ്റ്റേക്കും നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാകും ആ സെയിം മിസ്റ്റേക്ക് എക്സാംസിന് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ലെന്ന്. എപ്പോഴും കറക്റ്റ് ആക്കിക്കൊണ്ടിരുന്നാല് നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ആക്ച്വൽ എക്സാമിൽ വരാൻ ചാൻസ് ഉണ്ട്. മിസ്റ്റേക്ക് വരുന്നത് നല്ലതാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസിലും നമുക്ക് ഓരോ ട്രിക്കുകൾ കിട്ടും. ഓരോ നമ്മളുടേതായിട്ടുള്ള ഷോർട്ട് കട്ടുകൾ കിട്ടും. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാം. അത് ബൈഹാർട്ട് ചെയ്ത് ഓർത്തിരിക്കാം. അപ്പം ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് ഓർമ്മയിരിക്കാം ഈ ഫോർമാറ്റിലുള്ള ഒരു ആൻസർ ആയിരിക്കാം കിട്ടുന്നതെന്ന് ഒരു ഓർമ്മ കാണാം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും ഫുള്ളി കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആൻസറിനോട് അടുത്ത് നിൽക്കുന്ന ഒരേ ഒരു ഓപ്ഷനെ മിക്കവാറും ക്വസ്റ്റ്യൻസിൽ കാണത്തുള്ളൂ. 4 എൻറ്റയർലി ഡിഫറെന്റ് ഓപ്ഷൻസ് ആയിരിക്കും മിക്കവാറും PSC എക്സാംസിന് വരുന്നത്. എൻറ്റയർലി ഡിഫറെന്റ് ആണെങ്കിൽ കറക്റ്റ് ആൻസറിനെ കണ്ടുപിടിക്കാൻ ഫുള്ള് സോൾവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇവിടം വരെ സോൾവ് ചെയ്താല് ഫൈനലി ആൻസർ നമുക്ക് ഇവിടുന്ന് തന്നെ എഴുതാൻ പറ്റും. സർ, എനിക്ക് LNU DU ഇന്റഗ്രൽ കഴിഞ്ഞതിന് ശേഷം എഴുതിയിരിക്കുന്നത് എന്താണെന്ന് പറയൂ. ഇപ്പം സർ വരച്ച അതെന്താന്ന് ക്ലിയർ ആവുന്നത്? എന്താന്ന് ഞാൻ പറയാം. ലോഗ് എക്സിന്റെ ഇന്റഗ്രേഷൻ ഫൈൻഡ് ചെയ്യാൻ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഐലേറ്റ് റൂൾ നിങ്ങൾക്ക് അറിയായിരിക്കും.
ഇന്റഗ്രേഷൻ ബൈ പാർട്സിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്, ലോഗരിതമിക്, ആൽജിബ്രൈക്, എന്താണ് ട്രിഗണോമെട്രിക്, എക്സ്പൊണൻഷ്യൽ ടേംസ് ഒക്കെ വന്നാൽ ഏത് ഫംഗ്ഷനാണോ ഫസ്റ്റ് ടേം ആയിട്ട് എടുക്കുന്നത് ആ ടേമിനനുസരിച്ച് അതിന്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ പ്രയോറിറ്റി എന്ത് ചെയ്യാം, വേരി ചെയ്യിക്കാൻ പറ്റും. അന്നേരം നോർമലി ലോഗക്സിന് ഡയറക്റ്റ് ഇന്റഗ്രേഷൻ എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ആ ലോഗക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ അതിന്റെ കൂടെ വീണ്ടും ഒരു ഫംഗ്ഷൻ കൂടെ നമ്മൾ അസ്യൂം ചെയ്യും. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓൾജിബ്രൈക് ഫംഗ്ഷൻ 1 ആണ്, ജസ്റ്റ് ഒരു 1 മാത്രമാണ്. 1 ഇൻറ്റു ലോഗക്സിനെ ഇന്റഗ്രേഷൻ ബൈ എന്താണ് പാർട്സ് അപ്ലൈ ചെയ്താല് ഫസ്റ്റ് ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇന്റഗ്രേഷൻ ഓഫ് സെക്കൻഡ്, ആ റൂൾ അപ്ലൈ ചെയ്താല് ഫൈനലി കിട്ടുന്ന ആൻസർ ഇതാണ്. എക്സിന്റെ ലോഗ് എക്സ് മൈനസ് എക്സ് ആണ് ലോഗ് എക്സിന്റെ ഇന്റഗ്രേഷൻ. ദർഫോർ ഇവിടെ എക്സിന് പകരം നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്, യു ആണ്. ഇവിടെ നാച്ചുറൽ ലോഗരിതം എന്ന് എഴുതിയിട്ടെന്നേ ഉള്ളൂ, കുഴപ്പമില്ല. നാച്ചുറൽ ലോഗരിതം ആണെങ്കിലും ലോഗ് ആണെങ്കിലും ഓൾവേസ് ഇന്റഗ്രേഷൻ സെയിം ഇക്വേഷൻ തന്നെ ആയിരിക്കും. ദർഫോർ നാച്ചുറൽ ലോഗരിതം ഓഫ് യുവിന്റെ ഇന്റഗ്രേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിരുന്നത് എന്തായിട്ട്, യു ഇൻറ്റു നാച്ചുറൽ ലോഗരിതം ഓഫ് യു മൈനസ് യു പ്ലസ് സി എന്ന്. അത് കിട്ടിയത് എവിടെ നിന്നാണ്, ഇന്റഗ്രേഷൻ ഓഫ് ലോഗ് എക്സ് എന്നാണ് അത് കിട്ടിയത്. ഓക്കെ സർ. ഓക്കെ ഓക്കെ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക ഒരു തവണ കൂടി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്താണ്, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് സോൾവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. dy ബൈ ഡി എക്സ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് സോൾവ് ചെയ്താലും ഫൈനൽ ആൻസർ നമുക്ക് സെയിം തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇതിനെ കുറച്ചും കൂടി സോൾവ് ചെയ്താൽ, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം, dy ബൈ y ഈക്വൽ ടു ഡി എക്സ് ബൈ എക്സ് നാച്ചുറൽ ലോഗരിതം ഓഫ് എക്സ് എന്ന് എഴുതുക. ജസ്റ്റ് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിൽ ആക്കിയാൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ മെത്തേഡിൽ സോൾവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇത് ഒറിജിനൽ ഇക്വേഷനിൽ ക്യൂ ഇല്ലാത്തത് കൊണ്ട് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, dy ബൈ ഡി എക്സ് പ്ലസ് ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ, ക്യൂ 0 ആണെങ്കിൽ ഇത് ഏത് ഫോമിലാണ്, വേരിയബിൾ സെപ്പറബിൾ ഫോമിലാണ്. കാരണം ഇവിടെ y കൊണ്ട് താഴെ ഡിവൈഡ് ചെയ്യുന്നു, പി ഇൻറ്റു ഡി എക്സ് ആക്കി മാറ്റുന്നു. പി എന്ന് പറയുന്നത് ഓൾറെഡി എന്താണ്, ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. therefore ഫംഗ്ഷൻ ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു അനദർ ഫംഗ്ഷൻ ഓഫ് y ഇൻറ്റു ഡി വൈ ഫോർമാറ്റിലാണ്. therefore ഇത് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിലാണ്. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് റൈറ്റിലും ലെഫ്റ്റിലും ഇന്റഗ്രേറ്റ് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. therefore ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരുന്നതിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്താൽ നമുക്ക് എഴുതാം, നാച്ചുറൽ ലോഗരിതം ഓഫ് y ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ബൈ എക്സ് എൽ എൻ ഓഫ് എക്സ്. ഇവിടെ എൽ എൻ ഓഫ് എക്സിന് ടി എന്ന് കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കും 1 ബൈ എക്സ് ഡി എക്സ്. therefore ഇതിന്റെ ആൻസർ എന്തായിരിക്കും, എൽ എൻ ഓഫ് എക്സ് ആയിരിക്കും. ഇതായിരിക്കും ഫൈനൽ ആൻസർ. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിനെ എക്സ്പൊണൻഷ്യൽ ആക്കിയാല്, ഇവിടെ സി ഒന്നും ക്വസ്റ്റ്യൻ ഓപ്ഷൻസിൽ തന്നിട്ടില്ല. therefore സി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, നെഗ്ലക്ട് ചെയ്യുന്നു. സി നെഗ്ലക്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം, y ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സിയും കൂടി ഇട്ടാൽ, സോറി ഇവിടെ സിക്ക് പകരം ഒരു കെ എന്നാണ് തന്നിരിക്കുന്നത്. therefore ഇവിടെ ഒരു ഇന്റഗ്രൽ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ കെയും കൂടെ എടുത്താൽ, ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, y ഈസ് ഈക്വൽ ടു ഇവിടുത്തെ എൽ എൻ ഓഫ് y എന്ന് y ഈസ് ഈക്വൽ ടു എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഇ റേസ് ടു മൊത്തം ടേംസ് ആയിരിക്കും, ഇ റേസ് ടു ടോട്ടൽ ടേംസ് ആയിരിക്കും. ഇ റേസ് ടു ടോട്ടൽ ടേംസ് എത്രയാണ്, എൽ എൻ ഓഫ് എക്സ് പ്ലസ് കെ ആണ് ടോട്ടൽ ടേംസ്. ഇതിനെ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഈ മൾട്ടിപ്ലൈഡ് വിത്ത് ഇ റേസ് ടു, ഇതിനെ ഞാൻ സ്മോൾ കെ എന്ന് എടുത്തു. therefore ഇ റേസ് ടു സ്മോൾ കെ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ ഒരു നാച്ചുറൽ ലോഗരിതം ക്യാൻസൽ ചെയ്ത് പോകും. therefore ആൻസർ എന്ത് കിട്ടും, ഒരു നാച്ചുറൽ ലോഗരിതം ക്യാൻസൽ ചെയ്ത് പോയാൽ ആൻസർ എൽ എൻ ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു സ്മോൾ കെ എന്ന് എഴുതാം. ആ സ്മോൾ കെ ആണ് ക്വസ്റ്റ്യനിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, ക്യാപിറ്റൽ കെ എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. therefore ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കെ എൽ എൻ എക്സ് അല്ലേ ആൻസർ, എനിക്ക് റീഡ് ചെയ്യാൻ, കെ എൽ എൻ എക്സ് എന്നല്ലേ ആൻസർ.
അതെ, കെ എൽ എൻ എക്സ് എന്നാണ് ആൻസർ. ഞാൻ ഇവിടെ എടുത്ത ഇന്റഗ്രൽ കോൺസ്റ്റന്റ് സ്മോൾ കെ ആണ്. ആ ഓക്കെ. ഓക്കെ, ഇ റേസ് ടു എന്താണ് സ്മോൾ കെ ഈക്വൽ ടു അനദർ കോൺസ്റ്റന്റ് ക്യാപിറ്റൽ കെ എന്ന് എടുക്കും. ഓക്കെ, ഈ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറൻഷ്യൽ ഈക്വേഷനിൽ മാത്രം ചോദിക്കണമെന്ന് നിർബന്ധമില്ല, ഇന്റഗ്രേഷനിൽ ചോദിക്കാം. സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ലിമിറ്റിൽ ചോദിക്കാം. ഒരു ഇൻഡെഫിനിറ്റ് ഫോർമാറ്റ് ഓഫ് ലിമിറ്റ് ആണെങ്കിൽ നമുക്കറിയാം എന്താണ് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്തിട്ടായിരിക്കും ആൻസർ ഫൈൻഡ് ചെയ്യുന്നത്. അന്നേരം എന്താണ് കാൽക്കുലസിന്റെ ആപ്ലിക്കേഷൻ ഇന്റഗ്രേഷനിലും ഡിഫറൻസിയേഷനിലും അതുപോലെ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ സൊല്യൂഷനിലും എല്ലായിടത്തും വരാം, പ്രോബിലിറ്റിയിൽ വരാം. അന്നേരം കാൽക്കുലസ് കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യൻസിലും നമുക്ക് കിട്ടുന്ന പോയിന്റ് അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യനിലും നമുക്ക് കിട്ടുന്ന കോൺസെപ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അറിഞ്ഞൂടാത്ത കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതി വെക്കുക. അത് ഇക്വേഷൻസ് ആണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ആണെങ്കിലും എഴുതി വെക്കുക. ലാസ്റ്റ് 2 വീക്കില് ആ പോർഷൻസ് അല്ലെങ്കിൽ ആ ഷോർട്ട് നോട്ട്സ് മാത്രം എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓക്കെ, ഈ പോർഷൻ ജസ്റ്റ് ഞാനൊരു 5 മിനിറ്റ് എക്സ്ട്രാ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളൊരു നോൺ ലീനിയർ സിലബസിൽ ആഡ് ചെയ്തിട്ടുള്ള നോൺ ലീനിയർ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഒരു ഫോം ഓഫ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഇക്വേഷന്റെ പേരാണ് ബെർണോളിസ് ഇക്വേഷൻ. ബെർണോളിസ് ഇക്വേഷന്റെ ജനറൽ ഫോർമുല dy/dx പ്ലസ് py ഈക്വൽ ടു ലെബിനിറ്റ്സ് ഇക്വേഷനിൽ ജസ്റ്റ് ഫംഗ്ഷൻ ഓഫ് എക്സ് മാത്രമായിരുന്നു. പക്ഷെ ബെർണോളിസ് ഇക്വേഷനിൽ 2 മൾട്ടിപ്ലൈഡ് വിത്ത് y റേസ് ടു n ആയിട്ട് മാറും. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നാൽ എക്സാംസിൽ ചോദിച്ചാല് ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. y റേസ് ടു n കൊണ്ട് എല്ലാ ടേംസിനും എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഏത് ഫോം കിട്ടും, ഈ ഫോം കിട്ടും. അതിനുശേഷം പിയുടെ കൂടെ വന്നിരിക്കുന്ന y ടൈം, പിയുടെ കൂടെ വന്നിരിക്കുന്ന y ടൈം ആരാണ്, y റേസ് ടു 1 - n ആണ്. അതിനെ ഒരു വേരിയബിൾ z എന്ന് എടുക്കുക. therefore ഇതിന്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു എന്തായിട്ട് മാറും, dz/dx ആയിട്ട് മാറും. therefore നമുക്ക് എഴുതാം 1 - n ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 1 - n ഇൻറ്റു 1 - n ഇൻറ്റു y റേസ് ടു 1 - n - 1 ആയിട്ട് മാറും. ഈക്വൽ ടു എന്തായിട്ട് മാറും, y റേസ് ടു ജസ്റ്റ് -n ആയിട്ട് മാറും ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ട് മാറും. ഈക്വൽ ടു എന്തെന്ന് എഴുതാം, dz/dx എന്ന് എഴുതാം. therefore ഇത്രയും ടേംസിനെ നമുക്ക് എന്തെന്ന് എഴുതാം, ഇത്രയും ടേംസിനെ നമുക്ക് dz/dx ഡിവൈഡഡ് ബൈ 1 - n എന്ന് എഴുതാം. therefore നെക്സ്റ്റ് ഇക്വേഷൻ എന്തായിട്ട് മാറും, ഈ ഫോമിലായിട്ട് മാറും. ആ 1 - n ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഏത് ഫോമിലായിട്ട് മാറും, ഈ ഫോമിലായിട്ട് മാറും. ഈ ഫോം ഇപ്പൊ എന്തായിട്ട് മാറി, dz/dx പ്ലസ് എ ഫംഗ്ഷൻ ഓഫ് എന്താണ് എക്സ് അലോൺ ഇൻറ്റു z ഈക്വൽ ടു അനദർ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് മാറി. therefore ഇത് വീണ്ടും എന്തായിട്ട് മാറി, സ്റ്റാൻഡേർഡ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ ലെബിനിറ്റ്സ് ലീനിയർ ഇക്വേഷൻ ഇൻ വേരിയബിൾ z ആയിട്ട് മാറി. therefore ഈ ഇക്വേഷൻ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം, സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് ബെർണോളിസ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒരു 2 മിനിറ്റ് എക്സ്ട്രാ 2 മിനിറ്റ് ഞാൻ എടുക്കുവാണ്. ഇവിടെ നോക്ക്, റൈറ്റ് സൈഡിൽ y സ്ക്വയർ വന്നിട്ടുണ്ട്. therefore ഇത് ഏത് ഫോം അല്ല, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം അല്ല, ഇതൊരു നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. therefore ഇതിനെ ഏത് ഫോമിൽ കൺവേർട്ട് ചെയ്യണം, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമിൽ കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ റൈറ്റ് സൈഡിലുള്ള y റേസ് ടു n കൊണ്ട് എല്ലാ ടേംസിനെ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഇവിടുത്തെ y റേസ് ടു n ആരാണ്, y സ്ക്വയർ ആണ്. therefore എനിക്ക് എങ്ങനെ എഴുതാം, dy/dx ഡിവൈഡഡ് ബൈ y സ്ക്വയർ ഈക്വൽ ടു y റേസ് ടു -2 ഇൻറ്റു dy/dx പ്ലസ് y ഡിവൈഡഡ് ബൈ y സ്ക്വയർ എന്തായിട്ട് മാറും, y റേസ് ടു -1 ആയിട്ട് മാറും. ഈ പ്ലസ് ഈക്വൽ ടു എന്തായിട്ട് മാറും, ഈക്വൽ ടു 1 ആയിട്ട് മാറും. ഞാൻ എന്ത് ചെയ്തേ ഉള്ളൂ, ഡിവൈഡിങ് ഓൾ ദ ടേം വിത്ത് എന്താണ്, വിത്ത് റൈറ്റ് സൈഡിലെ y റേസ് ടു n ആണ്. ഇവിടുത്തെ y റേസ് ടു n ആരാണ്, y സ്ക്വയർ ആണ്. therefore y സ്ക്വയർ കൊണ്ട് എല്ലാ ടേംസിനെ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. അടുത്ത് നമ്മൾ അസ്യൂം ചെയ്യേണ്ട എന്താണ്, അടുത്ത് നമ്മൾ
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്താണ്? y റേസ് ടു 1 മൈനസ് n. ഇവിടുത്തെ 1 മൈനസ് n ആരാണ്? പിയുടെ കൂടെ വന്നിരിക്കുന്ന വൈയുടെ ടേം ആണ്. Therefore നമുക്ക് അസ്യൂം ചെയ്യാം y റേസ് ടു 1 ഈക്വൽ ടു ലെറ്റ് y റേസ് ടു മൈനസ് 1 ഈക്വൽ ടു z എന്ന് അസ്യൂം ചെയ്യാം. Therefore മൈനസ് 1 ഇൻറ്റു y റേസ് ടു മൈനസ് 1 ഈക്വൽ ടു മൈനസ് 2 ആയിട്ട് മാറും ഇൻറ്റു dy ബൈ ഡി എക്സ് ഈക്വൽ ടു എന്തായിട്ട് മാറും? dz ബൈ ഡി എക്സ് ആയിട്ട് മാറും. Therefore ഇത്രയും ടേംസിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഇവിടെ മൈനസ് 1 എക്സ്ട്രാ ഉണ്ട്. Therefore മൈനസ് 1നെ റൈറ്റിലോട്ട് കൊണ്ടുപോയാൽ എങ്ങനെ എഴുതാം? y റേസ് ടു മൈനസ് 2 ഇൻറ്റു dy ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് dz ബൈ ഡി എക്സ് എന്ന് എഴുതാം. Therefore ഇക്വേഷൻ 1 എന്തായിട്ട് മാറും? Therefore ഇക്വേഷൻ 1 become ഞാൻ ഇവിടെ എഴുതുന്നു d മൈനസ് dz ബൈ ഡി എക്സ് പ്ലസ് y റേസ് ടു മൈനസ് 1നാണ് z എന്ന് കൊടുത്തത്. Therefore z ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. Therefore dz ബൈ ഡി എക്സ് മൈനസ് z ബൈ എക്സ് ഈക്വൽ ടു മൈനസ് 1 എന്ന് എഴുതാം. ഇതിപ്പോ ഏത് ഫോമിലായിട്ട് മാറി? dy ബൈ ഡി എക്സ് പ്ലസ് പി വൈ ഈക്വൽ ടു ക്യൂ ഫോമിലായിട്ട് മാറി. ഇവിടെ വൈക്ക് പകരം z ആണ്. എന്താണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സ് തന്നെയാണ്. Therefore ഫസ്റ്റ് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം? ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഫൈൻഡ് ചെയ്യാം. ഇന്റഗ്രേറ്റീവ് ഫാക്ടർ ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ മൈനസ് ഇന്റഗ്രൽ ഓഫ് 1 ബൈ എക്സ് ഡി എക്സ് ആയിരിക്കും. ഈക്വൽ ടു എന്തായിട്ട് മാറും? ഇ റേസ് ടു മൈനസ് ലോഗ് എക്സ് ആയിട്ട് മാറും. ഓൾറെഡി നമ്മൾ സോൾവ് ചെയ്തായിരുന്നു. ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 1 ബൈ എക്സ് ആയിരിക്കും. Therefore final answer equal to z into 1 by x is equal to integral of q is equal to minus 1 ആണ്. Therefore minus 1 by x dx plus c എന്ന് കിട്ടും. Therefore final answer എന്ത് കിട്ടും? z divided by x is equal to minus 1 by x ന്റെ ഇന്റഗ്രേഷൻ എന്താണ്? മൈനസ് ലോഗ് എക്സ് ആണ് പ്ലസ് സി എന്ന് കിട്ടും. ഇവിടെ z ഇങ്ങനെ തന്നെ കൊടുത്താൽ പോരാ. z എന്ത് ചെയ്യണം? ഇസഡിന് ഒറിജിനൽ ഇക്വേഷനിൽ എക്സ് ആൻഡ് വൈ ആണ്. Therefore ഇസഡിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? y റേസ് ടു മൈനസ് 1 എന്ന് കൊടുക്കാം. Therefore ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 1 ബൈ എക്സ് വൈ ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് സി എന്ന് കിട്ടും. അന്നേരം ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ മാത്രമാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ജസ്റ്റ് ഇതൊന്ന് നോക്കിയിട്ട് വരിക. ബെർണോളിസ് ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് മാത്രം. എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ബെർണോളിസ് ഇക്വേഷനിൽ റൈറ്റ് സൈഡിൽ y റേസ് ടു n ആണ്. അങ്ങനെ y റേസ് ടു n വന്നാൽ ആ y റേസ് ടു n കൊണ്ട് എല്ലാ ടേംസിനെ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്തതിനു ശേഷം പിയുടെ കൂടെ വരുന്ന റിമൈനിങ് ടേമിന് പിയുടെ കൂടെ വരുന്ന y റേസ് ടു 1 മൈനസ് എന്നിനെ ഒരു വേരിയബിൾ z എന്ന് കൊടുക്കും. അതിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് ഈ ടേമിനെ എന്ത് ചെയ്യും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒറിജിനലി ഉള്ള നോൺ ലീനിയർ ഇക്വേഷൻ നമുക്ക് ഏത് ഫോമിൽ കൺവേർട്ട് ചെയ്യാം? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോമിൽ കൺവേർട്ട് ചെയ്യാം. അങ്ങനെ കൺവേർട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് ബെർണോളിസ് ഇക്വേഷനെ സോൾവ് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ആ ഇസഡിന് പകരം y റേസ് ടു 1 മൈനസ് n ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ ഒരു ഡൗട്ട്. പക്ഷെ ഇതിൽ നിന്നല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെത് ഒരു ടെസ്റ്റ് സീരീസിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ ഇതാണ്: y പ്ലസ് പറഞ്ഞോളൂ. y പ്ലസ് 2 dy by dx is equal to 4. 2 dy by dx equal to 4. 2y ഇല്ല, 2 dy by dx ഉള്ളൂ. സെക്കൻഡ് dy by dx equal to 4 ആണ്. 4 ആണ്. ഇതിൽ IF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക്. ഓക്കെ, IF കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇതിന്റെ IF ഈക്വൽ ടു e റേസ് ടു മൈനസ് 1/2 x ആയിരിക്കും, അല്ലെങ്കിൽ e റേസ് ടു x/2 ആയിരിക്കും. e റേസ് ടു x/2 ആണ് എനിക്ക് കിട്ടിയത്. പക്ഷെ ഓപ്ഷനകത്ത് അങ്ങനെ ഒരു ആൻസർ കണ്ടില്ല, അതാണ് ചോദിച്ചത്. ഓക്കെ, വേറെ കിടക്കുന്നത്. ഓക്കെ, നോക്കാം എന്താണെന്ന്. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറയാം. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സാർ, ഫാമിലി ഓഫ് ഇക്വേഷൻസ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഫാമിലി ഓഫ് ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അതില് x² + y² ആണെങ്കിൽ അത് സർക്കിൾ ആണ് അല്ലേ?
കോയിഫിഷ്യന്റ് 1 ആണെങ്കിൽ അതെ, കോയിഫിഷ്യന്റ് 1 ആണെങ്കിൽ അത് സർക്കിൾ ആണ്. ആണെങ്കിൽ കോയിഫിഷ്യന്റ് 1 ആയിരിക്കൂല. കോയിഫിഷ്യന്റ് 1 അല്ലെങ്കിൽ പോലും നമുക്ക് 1 ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ആക്ച്വലി സർക്കിളിനെ. അതിന് വേറൊരു മെത്തേഡ് ഉണ്ട്. ഫൈനൽ ഇക്വേഷൻ ആയിട്ട് തരുവാണെങ്കിൽ കോയിഫിഷ്യന്റ് 1 ആണെങ്കിൽ നമുക്ക് ഡയറക്ട്ലി പറയാം അത് ഓൾവേസ് എന്തായിരിക്കും, സർക്കിൾ ആയിരിക്കും. തിരിച്ച് കോയിഫിഷ്യന്റ് 1 അല്ലെങ്കിൽ ആ 1 ആക്കാൻ പറ്റത്തില്ലെങ്കിൽ ഓൾവേസ് എന്തായിരിക്കും, അതൊരു എലിപ്സ് ആയിരിക്കും. അതുപോലെ തന്നെ y² - x² ആണെങ്കിൽ അത് ഹൈപ്പർബോള ആയിരിക്കും. അതെ, എക്സും വൈയും എന്താണ് ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ ഒരെണ്ണം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരെണ്ണം ഡിക്രീസിങ് ആയിരിക്കും. ദെർഫോർ നമുക്ക് കിട്ടുന്ന ഏത് ഫോർമാറ്റിലായിരിക്കും, ഹൈപ്പർബോള ഫോർമാറ്റിലായിരിക്കും കിട്ടുന്നത്. അതിൽ കോയിഫിഷ്യന്റിൽ വ്യത്യാസം ഉണ്ടെങ്കിലോ, സപ്പോസ് നേരത്തെ പറഞ്ഞ പോലെ കോയിഫിഷ്യന്റ് വ്യത്യാസം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. കോയിഫിഷ്യന്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടുത്തെ ഫോക്കസിന്റെ ഡിസ്റ്റൻസ് മാത്രമേ മാറത്തുള്ളൂ. ഫോക്കൽ ഡിസ്റ്റൻസ് മാത്രമാണ് മാറുന്നത്. അത് ഹൈപ്പർബോള തന്നെ ആയിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.